സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പ് വഴി ഹജ്ജിന് പോയവരുടെ ലഗേജ് ലഭിക്കാൻ ദിവസങ്ങളുടെ കാത്തിരിപ്പ്. ഇപ്പോഴും പലർക്കും ലഗേജ് ലഭിച്ചിട്ടില്ല. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ കരിപ്പൂരിൽ വന്നിറങ്ങിയവരാണ് സംസം വെള്ളം ഉൾപ്പെടെ ലഭിക്കാൻ പ്രയാസം നേരിടുന്നത്. കഴിഞ്ഞ മാസം 24, 25 തീയതികളിലായി ബൈത്തുള്ള, അത്തീഖ് എന്നീ ഗ്രൂപ്പുകളിലായി ഹജ്ജിന് പോയ 168 പേർ മടങ്ങിയെത്തി. ഇതിൽ 3 പേർക്ക് മാത്രമാണ് അന്ന് തന്നെ ലഗേജ് ലഭിച്ചത്. ബാക്കിയുള്ളവർക്ക് ദിവസങ്ങൾ കാത്തിരുന്നാണ് സംസം വെള്ളവും ഈത്തപ്പഴവും ഉൾപ്പെടെയുള്ളവ ലഭിച്ചത്. ഒരു വീട്ടിൽ നിന്നും ഹജ്ജിന് പോയ 1-ൽ കൂടുതൽ പേരുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ദിവസമാണ് ലഗേജ് തിരിച്ചു ലഭിച്ചത്. പലരുടെയും ലഗേജുകൾ മഴ നനഞ്ഞാണ് വീട്ടിലെത്തിച്ചത്. ഇനിയും ലഗേജുകൾക്കായി കാത്തിരിക്കുന്നവരുമുണ്ട്. കൂടുതൽ പണം ലഭിക്കുന്ന മറ്റ് ചരക്കുകൾ വേഗത്തിലെത്തിക്കുകയും ഹാജിമാരുടെ ചരക്കുകൾ മാറ്റിവെക്കുകയുമാണ് ചെയ്യുന്നതെന്ന ആരോപണവും നിലനിൽക്കുന്നു. ലഗേജ് സ്വീകരിക്കുന്ന സ്ഥലത്ത് ഒരുപാട് സമയം നിന്നതിന് ശേഷമാണ് ആരുടെ ലഗേജാണ് വരുന്നത്, ആരുടേതാണ് വരാതിരിക്കുന്നത് എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇനി ലഗേജ് വരാത്ത ആളുകളുടേത് അവരുടെ പരാതികൾ അവിടെ എഴുതി നൽകണം എന്നുണ്ടെങ്കിൽ അവിടെ 1-2 സ്റ്റാഫാണുള്ളത്. അവർക്ക് മാത്രമേ അത് എഴുതാൻ കഴിയൂ. നമ്മൾ എഴുതി കൊടുത്താൽ പോരാ. അപ്പോൾ ഒരു 3 മണിക്കൂറോളമൊക്കെ അവിടെ നിന്ന് 10 മണിക്ക് ഇറങ്ങിയ വിമാനത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് പുലർച്ചെ 1 മണിക്കാണ്. പുറത്തിറങ്ങിയപ്പോൾ ആളുകൾക്ക് അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കുടുംബക്കാരും ബന്ധുക്കളും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അവർക്കൊന്നും ഒരു മിഠായി പോലും കൊടുക്കാൻ അവരുടെ കയ്യിലുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇങ്ങനെ തീർത്ഥാടകരോട് കാണിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകാത്ത കാര്യം. 5 കിലോ സംസം വെള്ളവും 25 കിലോ മറ്റുൽപ്പന്നങ്ങളും 7 കിലോ കയ്യിൽ സൂക്ഷിക്കാവുന്ന ലഗേജുമാണ് ഹാജിമാർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് അനുവദിക്കുന്നത്. കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന കണ്ണൂർ, നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളിൽ നിന്നും യാത്ര പോയവർക്ക് 45 കിലോ ലഗേജും 7 കിലോ കയ്യിൽ സൂക്ഷിക്കാനും അനുമതിയുണ്ട്. കൂടുതൽ ടിക്കറ്റ് നിരക്ക് ഈടാക്കിയ ശേഷവും കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് യാത്രക്കാരോട് എയർ ഇന്ത്യ എക്സ്പ്രസ് വലിയ വഞ്ചനയാണ് കാട്ടുന്നത്. മീഡിയ 1 മലപ്പുറം.